യേശു സന്നിധാനം എന്തോരു സമാധാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം, അഴലും മനസ്സിന് അരുളും സുഖദാനം. സുഭാഷിതം. യേശുക്രിസ്തുവിന്റെ 2 വരവിനെക്കുറിച്ചും സക്കറിയ പ്രവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവിന്റെ ദാസനായുള്ള പ്രത്യക്ഷതയും രാജാവായുള്ള പ്രത്യക്ഷതയും ഇവ രണ്ടും ഈ പ്രവചനത്തിൽ ദർശിക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിനെ പൂർണ്ണ മനുഷ്യനായും പൂർണ്ണ ദൈവമായും ഈ ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. 9:9 വാക്യം വായിക്കുന്നത്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു. റിജോയ്സ് ഗ്രേറ്റ്ലി, ഡോട്ടർ ഓഫ് സയോൺ, ഷൗട്ട്, ഡോട്ടർ ഓഫ് ജെറുസലേം, സീ യുവർ കിങ് കംസ് ടു യു, റൈറ്റിയസ് ആൻഡ് വിക്ടോറിയസ്, lowly and riding on a donkey, on a colt, the foal of a donkey. സക്കറിയ പ്രവചനത്തിലെ ആദ്യത്തെ 8 അധ്യായങ്ങൾ ആലയത്തിന്റെ പണി പൂർത്തീകരിക്കുവാൻ യഹൂദ ജനതയെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. ദേവാലയ നിർമ്മാണത്തിന് ശേഷം വരുവാനുള്ള മശികയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ജനതയെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് എഴുതുന്നതാണ് അടുത്ത 6 അധ്യായങ്ങൾ. യേശുക്രിസ്തു ഭൂമിയിൽ അവതരിക്കുന്നതിന് ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവിനെ കുറിച്ച് എഴുതിയ ഈ പ്രവചനം നിവർത്തിയായ വിവരണം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവർത്തി വരുവാൻ ഇത് സംഭവിച്ചു. യോഹന്നാന്റെ സുവിശേഷം 12:12 മുതൽ എഴുതിയിരിക്കുന്നത്, പിറ്റേന്ന് പെരുന്നാൾക്ക് വന്ന ഒരു വലിയ പുരുഷാരം യേശു യെരുശലേമിലേക്ക് വരുന്നു എന്ന് കേട്ടിട്ട് ഈത്തപ്പനയുടെ കുരുത്തോല എടുത്തും കൊണ്ട് അവനെ എതിരേൽപ്പാൻ ചെന്നു. ഹോസന്ന, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്തു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ വാഗ്ദത്ത മശിഹ ഇതാണെന്ന് തിരിച്ചറിഞ്ഞ സന്തോഷഭരിതരായ ജനക്കൂട്ടത്തിന്റെ ഉച്ചത്തിലുള്ള കരഘോഷത്തിനും ദാവീദ് പുത്രന് ഹോസന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ ആവേശത്തോടെ പിന്തുടർന്നു. അവിടുന്ന് ജയശാലിയും നീതിമാനുമായ രാജാവാകുന്നു. രക്ഷയുമായി ബന്ധപ്പെട്ട മശിക നമ്മുടെ പാപത്തെ വെറുതെ ക്ഷമിക്കുക മാത്രമല്ല, അവിടുന്ന് ചൊരിഞ്ഞ രക്തത്തിന്റെ ഫലമായി നമ്മെ നീതിമാന്മാരുമാക്കുന്നു. പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. നമ്മെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് ക്രൂശിൽ പരമയാഗമായി താഴ്മയുള്ളവനായി സൗമ്യനായി യാഗമായി തീർന്നു. ഈ യേശു കർത്താവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് രാജാവായി വരുമ്പോൾ ആ രാജാവിന്റെ പ്രജകളായി തീരും. തിരുവെഴുത്തുകൾ അനുസരിച്ച് എത്രയും വേഗം അത് സാധ്യമാകുവാൻ പോകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, സഖരിയാവിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവിടുന്ന് ഞങ്ങളെ നീതീകരിക്കുന്നതിന് വേണ്ടി യാഗമായി തീർന്നുവല്ലോ. അവിടുത്തെ രാജ്യത്തിന്റെ പ്രജകളായി തീരുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.
എനിക്കെന്നും അത്യാവശ്യമാണ്.